ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു, അല്ല, രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല, രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എല്ലാവരോടൊപ്പം, നിങ്ങൾ മുമ്പിലും മാധ്യമക്കാരോടും പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ ഈ 10-60 കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയും പീഡന രാഷ്ട്രീയം എനിക്ക് അറിയില്ല. അത് കോൺഗ്രസിന്റെ രാഷ്ട്രമാണ്, അത് CPM-ന്റെ രാഷ്ട്രമാണ്. ഞാൻ അറിയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ ഒരു അവസരങ്ങളും തൊഴിലും നിക്ഷേപം അറിയുന്ന രാഷ്ട്രീയമാണ്. ഞങ്ങൾ BJP ചെയ്യുന്ന രാഷ്ട്രീയം, ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുമ്പോൾ അവർ 100% കറക്റ്റാണ്. അതെനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹമില്ല. അവർ വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാഡ്രയോ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചോട്ടെ. പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല. ഞാൻ തൃശ്ശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ്. രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ കമാൻഡർ MK ചന്ദ്രശേഖരന്റെ മകനാണ്. അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും, മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയും. അപ്പോൾ എന്നെ പഠിപ്പിക്കരുത്. ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസിൽ നിന്നും CPM നിന്നല്ല വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനുവേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ മടങ്ങിപ്പോയില്ല എന്നും ഞാൻ അന്ന് പറഞ്ഞു ഇന്നും പറയുന്നു. അപ്പോൾ ഈ വികസന അത് ഞാൻ പറഞ്ഞു, അത് എനിക്ക് പറയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ എന്നോട് ഇയാൾ ഇത് പറഞ്ഞു, മറ്റാൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇത് എൻ്റെ ഒരു ഉത്തരം. ഇനി അത് സൈഡിൽ വെച്ചോളൂ. വികസിത കേരളം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പാർട്ടി പറയുമ്പോൾ ഇതൊരു മുദ്രാവാക്യമല്ല, ഇതൊരു സ്ലോഗനല്ല, ഇതൊരു വാഗ്ദാനം കൊടുത്ത് ഓടിപ്പോകുന്ന കോൺഗ്രസും CPM-കാരുടെ ഒരു മുദ്രാവാക്യമല്ല. ഇത് പാർട്ടിയുടെ ഒരു ദൗത്യമാണ്. ഇതിൽ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റുമാണ്, ഇത് നമ്മുടെ ലക്ഷ്യവുമാണ്. കഴിഞ്ഞ 10-50 കൊല്ലമായിട്ട് കോൺഗ്രസും CPM ഭരിക്കുന്ന കേരളത്തിൽ ആ വീഡിയോന്റെ എന്ത് പറഞ്ഞ മാതിരി ഇന്ത്യയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ മാത്രം ആ പുരോഗതിയോ ആ തൊഴിലവസരങ്ങളോ ആ നിക്ഷേപമോ ഒന്നും കാണാൻ കിട്ടുന്നില്ല.